എൻ്റെ വിരൽ മുറിഞ്ഞപ്പോൾ അമ്മ നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു അത് തുന്നിക്കെട്ടണം. എല്ലാവരും പറഞ്ഞു തുന്നിക്കെട്ടിയിട്ട് കാര്യമില്ല, ഒരു ചെറിയ തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നതാണ്, അത് നിലനിർത്തിയിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞു മുറിച്ചു കളയാൻ പാടില്ല. അമ്മയുടെ കൽപ്പനയ്ക്ക് മകൻ്റെ മേൽ ഒരു അധികാരമുണ്ടല്ലോ. അമ്മയുടെ ശാഠ്യത്തിന് വഴങ്ങി കുഞ്ഞമ്പണിക്കൻ എന്നെ തോളിലിട്ടുകൊണ്ട് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കന്ന് ഓർമ്മയില്ല അത്രയും. അവിടെ ചെന്നിട്ട് കൈ തുന്നിക്കെട്ടി. ആ തുന്നിക്കെട്ടിയ കൈ 4 വർഷം മുമ്പാണ് വീണ്ടും ഒന്ന് കിംസ് ഹോസ്പിറ്റലിൽ അതൊന്ന് ഓപ്പറേറ്റ് ചെയ്തത്. ഈ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറിനോട് പറഞ്ഞു ഇതെവിടാ ചെയ്തത്? ഞാൻ പറഞ്ഞു ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇത്രയും കാലം നിന്ന ഒരു ഓപ്പറേഷനാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ കൊച്ചു ഗ്രാമങ്ങളിൽ നടത്തുന്ന ആതുര ശുശ്രൂഷയിൽ ഡോക്ടർമാരും മറ്റുള്ള ആളുകളും അവർക്കൊരു കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞുപോയി, ആ കുഞ്ഞിൻ്റെ വിരൽ തുന്നിക്കിട്ടിയെന്നല്ലാതെ ഒന്നുമില്ല. ഞാനിന്ന് കാസ ഉയർത്തുന്നെങ്കിൽ, തിരുവോസ്തി എടുക്കുന്നെങ്കിൽ, ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നെങ്കിൽ അമ്മയുടെ ഒരു ശാഠ്യം ഇത് മുറിച്ച് കളയരുതെന്ന് പറഞ്ഞ പാലത്തങ്കലച്ചൻ പറഞ്ഞു തൻ്റെ വിരലിനെന്തോ കുഴപ്പമുണ്ടല്ലോടോ, എടോ ഒന്നല്ലേ അദ്ദേഹം വിളിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അടുത്ത് വരാൻ പറഞ്ഞു. മേശയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്തോ പ്രശ്നം, എന്തോ പറ്റി? ഞാൻ പറഞ്ഞു പണ്ട് കൊച്ചിലേങ്ങാട്ടൊന്നും മുറിഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയൊന്നുമില്ല. പിന്നെന്തോ സംഭവിച്ചു? ഞാൻ കാര്യം പറഞ്ഞു. എടോ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് താൻ രക്ഷപ്പെട്ടു, അല്ലേ ഈ വിരലിനിങ്ങനെ പമ്മിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ തന്നെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിട്ടേൻ. കാനോനിക്കലായി അന്നത്തെ ഒരു ക്രമീകരണത്തിൽ കുർബാന എടുക്കുന്ന കൈക്ക് ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്കിപ്പോൾ തോന്നും, പക്ഷേ അത് സഭയുടെ ഒരു വളർന്നു വന്ന കാലഘട്ടത്തിലെ ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മയുടെ ഒരു ശാഠ്യം. അമ്മ സ്വർഗത്തിലിരിക്കുന്നു, സന്തോഷത്തോടു കൂടി എന്നെ കാണുന്നു, എന്നെ പരിപാലിച്ചു, എന്നെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അമ്മ തലയിൽ കുരിശ് വെച്ചതല്ല, കുരിശ് വരച്ച് കാണിച്ചതിനേക്കാൾ വലിയ കുരിശ് മാർപ്പാപ്പ പോലും വരച്ചിട്ടില്ല. അമ്മയാണ് വലിയ കുരിശ് വരച്ച് ദൈവമേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്.